ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുൺ പറയുന്നു, കണിമംഗലത്ത് നിന്നും ഇറക്കി വിട്ടതിന്റെ നാണക്കേട് മാറിയിട്ടില്ല. ഇനിയും ഇവിടെ നിന്ന് കൂടി ഇറക്കി വിട്ടാൽ സഹിക്കാൻ പറ്റത്തില്ല. സുകുമാരി അമ്മ നിയമപരമായിട്ട് പോകുമെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയാണ്. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, മോൻ അതൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. അത് ഞാൻ നോക്കിക്കോളാം. മോൻ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയുന്നു. ശത്രുക്കൾ മുന്നിൽ വന്ന് നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനാണ്. നമ്മൾ തോറ്റുപോകാൻ പാടില്ല. കണിമംഗലത്ത് വന്ന് പൈസ ചോദിച്ചതോടുകൂടി പ്രിയങ്കയും സുകുമാരി അമ്മയും എന്റെ ശത്രുക്കളാണ്, നിങ്ങളുടെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാണെന്നൊക്കെ പറയുന്നു. തിരുമേനി എന്തൊക്കെ പറഞ്ഞിട്ടും വരുൺ തയ്യാറാകുന്നില്ല ആ വീട്ടിൽ നിൽക്കാൻ. വരുൺ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്, രാധിക ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നു. ദേവനാരായണൻ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, മോന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, രാധിക മോളെയും കൂട്ടിട്ട് പൊക്കള എന്നൊക്കെ പറയുന്നു. ഇവിടെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ നിർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിന്നീട് ജലപാനം പോലും ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കും. അവിടെ തന്നെ തീരുവാണെങ്കിൽ തീരട്ടെ. നാട്ടുകാരാണെങ്കിൽ ആത്മഹത്യ ചെയ്തെന്നൊന്നും പറയത്തില്ലല്ലോ എന്ന് പറയുന്നു. എന്തായാലും എല്ലാം കണ്ട് ഞാൻ മടുത്തു, ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയാണ്. തിരുമേനി പറയുന്നത് കേട്ടിട്ട് വരുണിന്റെ കണ്ണ് നിറയുന്നുണ്ട്. വരുണ് സങ്കടമാകുന്നു. വരുൺ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ല, എൻ്റെ അച്ഛൻ്റെ ജീവനൊന്നും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന കുടുംബത്തെ വിട്ടുപോകാൻ എനിക്കൊരു താല്പര്യവുമില്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ ഇവിടെ നിന്നും പോകുന്നില്ലെന്ന് വരുൺ പറയുന്നു. തിരുമേനി അപ്പോൾ വരുണിനെ ചേർത്ത് പിടിക്കുകയാണ്. വരുണും അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ആ കാഴ്ച കാണുമ്പോൾ യശോദയ്ക്കും രാധികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തിരുമേനി വരുണോട് പറയുന്നുണ്ട്, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ ഈ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും, ഉറപ്പായിട്ടും പോകുമെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയുമാണ്. രണ്ടുപേരും പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയ്ക്ക് പോയതായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട് കാറിൽ കൊണ്ടുവെക്കാനെന്ന്. കൽപ്പനയപ്പോൾ കാറിലെ ഡ്രൈവറിനെ വിളിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ഉർവശി പക്ഷെ അതൊന്നും സമ്മതിക്കുന്നില്ല. കൽപ്പനയോട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. കൽപ്പന വെയിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉർവശി സമ്മതിക്കുന്നില്ല. മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് വരാനെന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പിക്കുകയാണ്. കൊണ്ട് കാറിലൊക്കെ വെപ്പിക്കുന്നുണ്ട്. കൽപ്പനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കാറിൽ കയറിയതിന് ശേഷം ഉർവശി ഓരോ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രേട്ടൻ ഭയങ്കര ബിസിയാണെന്നും സാറാ മേഡം ഭയങ്കര ബിസിനസ്സുകാരിയാണെന്നും ആ മേഡത്തിന്റെ കൂടെ പുറത്തെങ്ങാനും പോകണമെന്നും ഒക്കെ ഉർവശി പറയുന്നു. ഗൗതമും ഇപ്പോൾ ഭയങ്കര ബിസിയാണ്, കണിമംഗലം കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ഗൗതമാണ് നോക്കുന്നതെന്നൊക്കെ പറയാണ്. കാറിനുള്ളിൽ AC കുറവാണെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറിനോട് ഉർവശി ദേഷ്യപ്പെടുന്നുണ്ട്. ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട് AC ഫുള്ളാണെന്ന്. ഉർവശിയുടെ പൊങ്ങച്ചമൊക്കെ കേട്ടിട്ട് കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൽപ്പന അപ്പോഴാണ് റോഡിൽ കൂടെ ചന്ദ്രശേഖറും സാറേയും കൈ പിടിച്ച് നടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ വണ്ടി നിർത്താനെന്ന് പറയുന്നു. ഉർവശി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. കൽപ്പനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന്. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട്, റോഡിൽ കൂടെ കൈ പിടിച്ചു പോകുന്നത് ആരാണെന്ന് നോക്കിക്കേന്നൊക്കെ. ഉർവശി അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ഈ വായ്നോട്ടമേ പണിയുള്ളൂ എന്നൊക്കെ. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട്, ഈ കാഴ്ച ഞാനല്ല കാണേണ്ടത്, ചെറിയമ്മ തന്നെയാണ്, ചെറിയമ്മ അങ്ങോട്ട് നോക്കിക്കേ എന്നൊക്കെ പറയുന്നു. ഉർവശിയും കാറിൽ നിന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട്. ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ചന്ദ്രശേഖർ സാറയുടെ തോളിൽ പിടിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഉർവശിക്ക് സഹിക്കുന്നില്ല. ഉർവശി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രണ്ടുപേരും കാറിൽ കയറി പോകുന്നു. കൽപ്പനയ്ക്ക് ആ കാഴ്ച കണ്ട് സന്തോഷമാകുന്നുണ്ട്. കൽപ്പന കളിയാക്കുന്നുണ്ട്, കൂടെയുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ഓർക്കണം പണി കിട്ടുമെന്നൊക്കെ. ഒരുപാട് ദേഷ്യത്തോടെ ഉർവശി കാറിൽ കയറിയിട്ട് വണ്ടി വിടാനെന്ന് ഡ്രൈവറോട് പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് രാധിക ടെൻഷൻ അടിച്ച് നടക്കുന്നതാണ്. ആ സമയത്ത് തിരുമേനിയും യശോദയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. രാധിക പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കൊള്ളാമോന്ന് അറിയില്ലല്ലോ, എല്ലാവരും ഇപ്പോൾ കഴിച്ചൊക്കെ കാണും, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു റിസൾട്ട് എന്നൊക്കെ പറയുന്നു. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, മോൾ ഉണ്ടാക്കിയ ഫുഡല്ലേ, ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ ഉണ്ടാകും, ആരും വിളിച്ചു പറയാനൊന്നും മെനക്കെടത്തില്ലായിരിക്കും, വൈകിട്ട് ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ രാധികയ്ക്ക് ഒരു കോൾ വരികയാണ്. ട്രഷറിൽ വർക്ക് ചെയ്യുന്ന സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹം രാധികയോട് പറയുന്നുണ്ട്, മോൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന്.
രാധിക അപ്പോൾ പേടിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പൊതിച്ചോറ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഷെയർ ചെയ്താണ് കഴിച്ചത്. അവസാനം എനിക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നാളെ തൊട്ട് ബാക്കിയുള്ളവർക്ക് കൂടി പൊതി വേണം. ഒരു 10 പൊതി വേണം. മോൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. രാധിക അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറയുന്നു. അദ്ദേഹം തിരുമേനിയോടും പറയുന്നുണ്ട്, ഇത് നല്ലൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാനെന്ന്. ആറ്റുവാശ്ശേരിയിൽ വന്ന് സദ്യ കഴിച്ച പോലെ ഉണ്ടായിരുന്നു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നു. രാധിക ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്